സത്യത്തിൽ പരിശുദ്ധ റമദാൻ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ പഠിക്കാനും പഠിച്ച നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും പരിചയിക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ലൊരവസരമാണ്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായി കർമ്മനിരതമാക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായൊരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഗൗരവമേറിയ സുപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അപ്പം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് ഖുലിഖൽ ഇൻസാന ദഈഫ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒന്നും അറിയാത്തവരായ നിലയിലാണ്. ഒന്നും അറിയാത്തവരായി, ഒന്നിനും കഴിയാത്തവരായി, കാലിട്ടടിച്ച് കരയാനല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിരുന്നില്ലാത്തൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നത് ജീവിതത്തിൽ ഇടക്കിടക്ക് നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ മാത്രമേ ഈ വിഷയത്തെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാനും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നത് ഒന്നുമല്ലാത്ത, ഒന്നും അറിയാത്ത നിലയിലാണെങ്കിൽ ഇന്ന് അറിവിൻ്റെയും കഴിവിൻ്റെയും പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. അറിവിൻ്റെയും കഴിവിൻ്റെയും പാരമ്യതയിൽ എത്തി നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ശരീരത്തിന് കഴിവും നമ്മുടെ ശരീരത്തിന് ശക്തിയും ലഭിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കല്ല ഇന്നൽ ഇൻസാന ലയത്വഗ, മനുഷ്യനെ കുറിച്ച് പറയാൻ. മനുഷ്യന് കുറച്ച് കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, അവൻ എന്തെങ്കിലും ചെയ്യാൻ അവന് സാധിക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ധിക്കാരിയായി മാറും. എങ്ങനെയാണ് അവൻ ധിക്കാരിയായി മാറുന്നത്? അതാണ് ഖുർആൻ അടുത്ത വാചകത്തിൽ പറയുന്നത്, അർആഹുസ്തഗ്ന, അവന് സ്വയം തോന്നുകയാണ്, എനിക്ക് ഞാൻ തന്നെ മതി, എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല, എനിക്ക് ഒരാളുടെയും സ്കഫോൾഡിങ് എനിക്ക് ആവശ്യമില്ല, ഞാൻ സ്വയം പര്യാപ്തനാണ് എന്ന് മനുഷ്യൻ തോന്നിപ്പോവുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം, ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, മനുഷ്യനവൻ്റെ മുന്നോട്ടുള്ള യാത്ര തെമ്മാടിയായി ജീവിക്കാൻ വേണ്ടി അവൻ മുന്നോട്ട് പോവുകയാണ്. ആലോചിക്കണം, മനുഷ്യന് കുറച്ച് കഴിവും കുറച്ച് പ്രാപ്തിയും എന്തെങ്കിലും കുറച്ച് അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും പരിഗണിക്കൂല, ആരെയും ശ്രദ്ധിക്കൂല, ആരിലേക്കും തിരിഞ്ഞു നോക്കൂല. അവൻ സ്വതന്ത്രനായി അവൻ ജീവിക്കുന്നൊരവസ്ഥ വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ മനുഷ്യൻ്റെ സ്വഭാവമായി പഠിപ്പിക്കുന്നുവെങ്കിൽ സത്യത്തിൽ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ കാരണക്കാരാരാണ്? നമ്മൾ അവരോട് എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട്?
നമ്മൾ എത്രത്തോളം അവരെ ഓർക്കുന്നവരാണ്, ഗൗരവതലത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഈ സംസാരിക്കുന്ന ഞാൻ എൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആത്യന്തികമായ കാരണക്കാരൻ ഏകനായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഞാൻ അവന് നന്ദി കാണിക്കണം. ആ നന്ദി പ്രകടനമാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് ബാങ്കിൻ്റെ വിളിയാളങ്ങൾ ഉയരുമ്പോൾ ആ വിളിക്കുത്തരം നൽകി അള്ളാഹിൻ്റെ ഭവനത്തിൽ വന്ന് നമസ്കരിച്ചത് ആ റബ്ബിനോടുള്ള നന്ദി പ്രകടനമാണ്. എന്നിട്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ബാക്കിയ കാരണക്കാരാരാണ്? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്, ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാതാപിതാക്കൾ ഒരിക്കലും പറഞ്ഞു പോകേണ്ട ഒരു വിഷയം മാത്രമല്ല, അതൊരു വികാരമാണ്. അതൊരു വികാരമാണ്. ആ വികാരം നമ്മുടെ കണ്ണുകളെ നനയിപ്പിക്കും, നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കും, നമ്മുടെ കൈകളെ വിറപ്പിക്കും. ജീവിതത്തിൽ എവിടെ നമ്മൾ കരഞ്ഞിട്ടില്ലെങ്കിലും ആ മാതാവിൻ്റെ കാൽ കീഴിൽ നമ്മൾ കരയുന്ന ചില നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ബാക്കിയ കാരണക്കാരൻ. അവരെ മറക്കരുത്. ഖുർആൻ ഉപദേശിക്കുന്ന ഒരു ഉപദേശം ഇങ്ങനെയാണ്. ഖുർആൻ വസിയത്തായിട്ടാണ് പറയുന്നത്, വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഇഹ്സാനാ. ഏകനായ സർവാധിനാഥനായ റബ്ബ് പറയുന്നു, മനുഷ്യരെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. കാരണം എന്താണെന്നറിയോ? ഹമലതുഹു ഉമ്മുഹു കുർഹം വവദഅതുഹു കുർഹാ. ആ മാതാവ് നിന്നെ ഗർഭം ധരിച്ചത് എന്തൊരു പ്രയാസത്തോടു കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം ധരിച്ചതിനെ കുറിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നു? മാതാവിൻ്റെ ഗർഭപാത്രത്തിലായിരുന്നില്ലേ? 35 വയസ്സുള്ള ഞാൻ 34 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണ്? എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിലല്ലേ? എൻ്റെ മാതാവ് പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു നേരത്തെ ഭക്ഷണം പോലും നേർക്ക് നേരെ കഴിക്കാൻ കഴിയാതെ ഒരുപാട് ഛർദിച്ച് അവശയായി, ക്ഷീണിച്ച് അവശയായി, നേർക്ക് നേരെ ഉറങ്ങാൻ കഴിയാതെ എത്രയോ നാളുകൾ നീക്കിയല്ലേ എന്നെ ഗർഭം ധരിച്ചത്. ഇനി എന്നെ പ്രസവിച്ചത് എങ്ങനെയാ? ലേബർ റൂമിലെ ഒറ്റപ്പെട്ട റൂമിൽ അവിടെ കിടക്കുകയാണ്. ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പ്രസവിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഈ തളിപ്പറമ്പിലെ പള്ളിയിലിരിക്കുന്നവരെ, നമ്മൾ ഓരോരുത്തരെയും പ്രസവിച്ചത് ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചല്ലേ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചത്. അതുകൊണ്ടല്ലേ ഉമ്മ പറയുന്നത്, മോനെ, ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചതാ, ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചതാ. ആ നൊന്തു പ്രസവിച്ച ഉമ്മയെ നോവിക്കല്ലേ പ്രിയപ്പെട്ടവരെ, വേദനിപ്പിക്കല്ലേ പ്രിയപ്പെട്ടവരെ, കരയിപ്പിക്കല്ലേ പ്രിയപ്പെട്ടവരെ. സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയാൻ, വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. 30 മാസക്കാലമാണ് പ്രയാസത്തിൻ്റെ കാലം. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലേബർ റൂമിൻ്റെ പുറത്തിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രസവം പ്രയാസകരമായി തീരുമോ റബ്ബേ? എൻ്റെ ഭാര്യ ഒരുപാട് വിഷമിച്ചു പോകുമോ? എൻ്റെ ഭാര്യ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരുമോ എന്നോർത്ത് ഞാൻ ഒരുപാട് ലേബർ റൂമിൻ്റെ മുമ്പിലിരുന്ന്
എന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എങ്കിലെൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെ ഓർത്ത് ജീവിതത്തിൽ എന്നെങ്കിലും കരയാൻ, നമ്മുടെ ഉമ്മയോർത്ത് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് ആധുനിക സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അത്യാധുനിക സൗകര്യങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഹോസ്പിറ്റലുകളിലേ നമ്മുടെ ഭാര്യമാര് പ്രസവിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉമ്മമാര് പ്രസവിക്കുന്ന സമയത്ത് ഇത്തരം സൗകര്യങ്ങളില്ലായിരുന്നു. അവരൊരുപാട് വേദന അനുഭവിച്ചു, അവരൊരുപാട് യാതന അനുഭവിച്ചു, അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ആ പ്രയാസങ്ങൾ അനുഭവിച്ച മാതാവിനെ കുറിച്ച് ജീവിതത്തിൽ എന്നും ഓർക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓർക്കാനും അവർക്ക് സേവനം ചെയ്യാനും ഭാഗ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാവ് മരണപ്പെട്ടിട്ട്, സ്വന്തം പിതാവ് മരിച്ചിട്ട് അവർക്കൊന്ന് സേവനം പോലും ചെയ്യാൻ കഴിയാത്ത നൂറുകണക്കിനാളുകൾ, ആയിരക്കണക്കിനാളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? മാതാവ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തവരില്ലേ? പിതാവ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തവരില്ലേ? ഒരിക്കലും മാതാവിൻ്റെ വിലയറിയാൻ അവരും മരിക്കുന്നത് വരെ കാത്തിരിക്കരുതേ. പിതാവിൻ്റെ വിലയറിയാൻ മരിക്കുന്നവരെ കാത്തിരിക്കരുതേ. ഏറ്റവും വലിയ പരാജയം പ്രിയപ്പെട്ടവരെ, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് നബിയേ? അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് നബിയേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. വീണ്ടും സ്വഹാബിമാര് ചോദിച്ചു, നബിയേ പിന്നെ ഏതാണ് നബിയേ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം നബിയേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ബിർറുൽ വാലിദൈൻ, ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്, നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. ആലോചിക്കണം, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് അവർക്ക് നന്മ ചെയ്യൽ. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗീയാരാമത്തിലേക്ക് പോവുകയാണ്. അവിടെ സ്വർഗീയാരാമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനോഹരമായ ഖുർആനിന്റെ പാരായണം കേൾക്കുകയാണ്. ആകർഷണീയമായ ഖുർആനിന്റെ പാരായണം കേൾക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് പാരായണം ചെയ്യുന്നത്? ഈ ഖുർആൻ പാരായണത്തിന്റെ ഉടമ ആരാണ്? ഉടനെ തന്നെ അവിടുന്ന് പറയുകയാണ്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവാണ് നബിയേ. അല്ലാഹുവിൻ്റെ റസൂലേ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവാൻ. അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, എങ്ങനെയാണ് അയാൾക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത്? അയാൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത്? അല്ലാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഹാദർ റജുലു അക്സറു ബാറൻ ലി ഉമ്മിഹി, ഉമ്മക്ക് ധാരാളമായി നന്മ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് അയാൾക്ക് സ്വർഗീയാരാമത്തിലെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കണം, സ്വർഗത്തിൽ വലിയ സ്ഥാനം, ഉന്നതമായ സ്ഥാനം, അത് കിട്ടാൻ ഏറ്റവും നല്ല വഴി എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ സ്നേഹിക്കലും അവരെ ആദരിക്കലും അവരെ ബഹുമാനിക്കലും അവരെ അനുസരിക്കലുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ, മാതാപിതാക്കളെ ഒരു വിലയില്ല, മാതാപിതാക്കളെ ഒരു വിലയില്ല.
മാതാപിതാക്കളെ ധിക്കരിക്കുന്നത് ഒരു ഫാഷനായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാന കാലത്തിൻ്റെ അടയാളമാണ് ഒരു മനുഷ്യന് അവൻ്റെ മാതാപിതാക്കളെക്കാളും ബന്ധം അവൻ്റെ കൂട്ടുകാരനോടായിരിക്കും. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ മകൻ എവിടെ പോയി എന്നറിയാൻ ഉമ്മാനോട് ചോദിച്ചാൽ, ഉപ്പ ചോദിക്കുക ഉമ്മാനോട്, മോൻ എവിടെ പോയി? എനിക്കറിയില്ല. ഉമ്മ പറയാണ്, ഇന്ന ആളോട് ചോദിച്ചാൽ അറിയാം ഓൻ എവിടെ പോയി. നിങ്ങൾ ആലോചിച്ചു, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, അവസാന കാലം വരുമ്പോ സ്വന്തം മാതാപിതാക്കളെ വിട്ട് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ബന്ധം അവന്റെ കൂട്ടുകാരായിരിക്കും. നമുക്കങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ അത് സമ്പത്തായി കണ്ട് അവരെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും അവരെ ബഹുമാനിക്കാനും അവരെ അനുസരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അനുസരണമെന്ന വിഷയം പറയുമ്പോൾ ഗൗരവതലത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. ഒരൊറ്റ ഉദാഹരണം, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, കാനത്ത് തഹ്തി ഇംറഅത്തുൻ നുഹിബ്ബുഹാ, ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ എൻ്റെ ഉപ്പക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഇസ്ലാമിക ജീവിതത്തിന് മുന്നിൽ ആ പെൺകുട്ടി തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ നീ ആ പെൺകുട്ടിയെ തൊലാക്ക് ചൊല്ലണം. ഞാൻ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ അത് നടക്കൂല, ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് എൻ്റെ പെൺകുട്ടിയെ തൊലാക്ക് ചൊല്ലുന്നൊരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നബിയെ, ഞാൻ പറയുന്നത് എൻ്റെ മകൻ അനുസരിക്കുന്നില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യണം നബിയെ, ഞാൻ എന്ത് ചെയ്യണം നബിയെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ വിളിച്ചോണ്ടരാൻ പറഞ്ഞു. മോനെ കൊണ്ടുവന്നു. മോനോട് ചോദിച്ചു, എന്താ മോനെ വാപ്പ പറഞ്ഞതനുസരിക്കാത്തത്? അള്ളാൻ്റെ റസൂലേ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്, എനിക്ക് തൊലാക്ക് ചൊല്ലാൻ കഴിയുന്നില്ല. അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കാൻ, നിന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ നീ ജീവിക്കാൻ പാടില്ല, അതുകൊണ്ട് അവളെ നീ തൊലാക്ക് ചൊല്ലണം. ആലോചിച്ചു, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. എന്തിൻ്റെ പേരിലാണ്? മക്കളുടെ പ്രണയത്തിൻ്റെ പേരിൽ. മോക്ക് കല്യാണം ആലോചിക്കുകയാണ്. കല്യാണം ആലോചിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് പറയുന്നത്, ഇക്കൊല്ലം വേണ്ട, പഠനം കഴിഞ്ഞിട്ട് മതി. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് പഠനം കഴിഞ്ഞിട്ട് വിവാഹാന്വേഷണങ്ങൾ ഇങ്ങനെ വരുമ്പം പറയും, ഉമ്മാനോട് പറയും, എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആളെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ലേ. അവസാനം പിതാവ് അന്വേഷിക്കും, ഗത്യന്തരമില്ലാതെ അന്വേഷിക്കും. അന്വേഷിച്ച് ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റിയ പാർട്ടിയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ മകളോട് വന്നിട്ട് പറയും, അത് പറ്റൂല. നിങ്ങൾ നോക്ക്, പിന്നെന്താ സംഭവിക്കുന്നത്? നമ്മുടെ മോൾ ഇറങ്ങിപ്പോകുന്നു. ഇതെവിടെയാണ് നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ധാർമ്മികത പകർന്നു കൊടുക്കാത്തതിൻ്റെ, മതപരമായ അറിവ് പകർന്നു കൊടുക്കാത്തതിൻ്റെ ഫലമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. വളർന്നു വരുന്ന സമയത്ത് തന്നെ മതപരമായ അറിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോഴും ഓർക്കുന്നത് പരപ്പനങ്ങാടി കോടതിയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാനുമായി പങ്കുവച്ചൊരു അനുഭവമാണ്. ഒരു ഉമ്മ തൻ്റെ മകളെ, ഉമ്മ ഗർഭിണിയായി 6 മാസമായപ്പോൾ
ഈ ഉമ്മയെ ഉപേക്ഷിച്ച് ഭർത്താവ് പോയി. അങ്ങനെ ഈ 6 മാസമായ ഉമ്മയോട് കുടുംബക്കാരൊക്കെ പറഞ്ഞു, നമുക്കിത് അബോർഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേറെ കല്യാണം കഴിക്കാം. അവർ പറഞ്ഞു, വേണ്ട, ഞാൻ ഈ മകളെ അല്ലെങ്കിൽ മകനെ വളർത്തും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. വീട്ടിൽ നിന്നിറങ്ങി സ്വന്തമായി ഒരു വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്ത് അവളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒരു നെയ്സാക്കി ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തു. 10, 18, 19 വയസ്സായപ്പോൾ ഉമ്മ ഇങ്ങനെ കല്യാണം അന്വേഷിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അവൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നാളുമായിട്ടൊരു ബന്ധമുണ്ട്, എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം. ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാനത് ചെയ്യില്ല. കാരണം ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതം എന്താണെന്ന് അതിൻ്റെ രസവും സുഖവും അനുഭവിക്കാൻ കഴിയാത്തവളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ദുരനുഭവം വരാതിരിക്കാൻ ഞാൻ ഏറെ ശ്രദ്ധിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കല്യാണത്തിന് ഞാൻ തയ്യാറാകൂല. അങ്ങനെ മകൾ വാശി പിടിച്ചു. അങ്ങനെ ഉമ്മ ഒരുപാട് പറഞ്ഞു. അപ്പോൾ അവൾ സമ്മതിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മകളെ കാണുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ദിവസം മകളെ കാണുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തു. അവസാനം മകള് അമുസ്ലിമായൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി. നിങ്ങളൊന്ന് ആലോചിച്ചു, 10-20 കൊല്ലം സ്വന്തം വാപ്പ പോലും ഇല്ലാതെ അന്യൻ്റെ അടുക്കളയിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് ആ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് അവൾ പോയി. എന്നിട്ട് ആ ഉമ്മ പറയുന്ന രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കോടതിയിൽ കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് മകളെ നിർത്തി, ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട ഉമ്മയെ നിർത്തി. ജഡ്ജി ചോദിച്ചു മോളോട്, മോളെ നിന്റെ ഉമ്മയാണ് നിന്നെ 9 മാസവും 10 ദിവസവും ഗർഭം ധരിച്ച് നൊന്തു പ്രസവിച്ച് മാറത്തിരുത്തി അമ്മിഞ്ഞപ്പാല് തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ, മാറത്തിരുത്തി താരാട്ടുപാടി ഉറക്കിയ നിന്റെ ഉമ്മയാണത്. നീ ഉമ്മയുടെ കൂടെ പോകണം. അല്ല, നിനക്കാരുടെ കൂടെ പോകാനാണ് താല്പര്യം? അവൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അവള് വീണ്ടും അദ്ദേഹം ചോദിച്ചു, നീ ആരുടെ കൂടെ പോകുന്നു? അവൾ പറഞ്ഞു, ഞാൻ ഉമ്മാൻ്റെ കൂടെ പോകുന്നില്ല, ഞാൻ ഇന്നാളുടെ കൂടെയാണ് പോകുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, എനിക്ക് 18 വയസ്സായി, ഞാൻ ഇന്നാളുടെ കൂടെയാണ് പോകുന്നത്. അവളൊന്ന് ആലോചിച്ചു, നമ്മുടെ പെൺകുട്ടി നമ്മളോ മുഖത്ത് നോക്കിയത് പറഞ്ഞാൽ. നമ്മളൊക്കെ ഒരു വീഡിയോ കണ്ടിനല്ലോ, തലശ്ശേരിയത്തെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വാപ്പ കരയുന്നത്. അത് ചങ്ക് പൊട്ടിയിട്ടാ കരയണത്. ചങ്ക് പൊട്ടി കരയാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കരയാണോ വാപ്പ മോളെ വിളിക്കാൻ? നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തൊരു ദുരന്തമാണ്. ആ ഉമ്മ പറയാണ്, ജീവിതത്തിൽ ഇന്നുവരെ എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കി പോയതിൻ്റെ പേരിൽ ഞാൻ കരഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാരെന്നെ അടിച്ച് പുറത്താക്കിയപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞു, എൻ്റെ കണ്ണിന്ന് കണ്ണീര് വന്നു. എൻ്റെ മോള് എനിക്ക് ഉമ്മാനെ വേണ്ട, എനിക്ക് ഇന്നാളെ മതി എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ കണ്ണിന്ന് കണ്ണീര് വന്നു. നോക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ കരയരുത്. കരഞ്ഞാൽ അള്ളാന്റെ റസൂല് പറയാൻ 3 പ്രാർത്ഥനകളുണ്ട്. 3 പ്രാർത്ഥനകൾ അള്ള തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ്. അതെല്ലാവരും പഠിക്കണം. ഒന്ന് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. മൂന്നാമത്തത് ദഅവത്തുൽ വാലിദി അലാ വലദി, മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. അള്ളാഹു ഒരിക്കലും തട്ടിക്കളയൂല. ആ ഉമ്മ പറയാണ്, ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എൻ്റെ മകളെന്നെ തള്ളിപ്പറഞ്ഞപ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ഗൗരവതലത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ ഉമ്മ കരയുന്ന, നമ്മുടെ ഉമ്മ വേദനിക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അബ്ബാദ് റഹിമഹുല്ലാ ഹഫിദഹുല്ലാ അദ്ദേഹം 5 രൂപത്തിലുള്ള മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. 5 രൂപത്തിലുള്ള മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കളോട് പെരുമാറുന്ന 5 രൂപത്തിലുള്ള മക്കളെ പരിചയപ്പെടുത്തുന്നു. അതിലൊന്നാമത്തത് അദ്ദേഹം പറയുന്നു, ഒന്നാമത്തെ വിഭാഗം മക്കളാരാന്നറിയോ? ഇതിൽ 5 ഏതാ നമ്മളിന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നുള്ളൂ. ഒന്നാമത്തത് ആരാന്നറിയോ? അവരുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ
അവരെന്ത് ചെയ്യുന്നില്ല, അവർ ചെയ്യുന്നില്ല. മാതാപിതാക്കളുടെ കൽപ്പനകൾ അവരനുസരിക്കുന്നില്ല. ഫഹാഉലാഇ ഹുമുൽ ആഖൂൻ, അവരാണ് മാതാപിതാക്കളോട് ബന്ധം മുറിച്ചവൻ, ധിക്കരിച്ചവൻ, വേദനിപ്പിച്ചവൻ. അക്ക, നമ്മൾ അഖീഖത്ത് എന്ന് പറയില്ലേ, അഖീഖത്ത് എന്ന് പറഞ്ഞാൽ അറക്കലാണ്. അഖീഖത്ത് എന്ന് പറഞ്ഞാൽ അറക്കലാണ്, മുറിച്ചിടലാണ്. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാത്ത ഒരു വിഭാഗം മക്കൾ, അവരാണ് മാതാപിതാക്കളോട് ബന്ധം വിച്ഛേദിച്ചവർ, അവരാണ് മാതാപിതാക്കളെ ഉപദ്രവിച്ചവർ, വേദനിപ്പിച്ചവർ. ഇനി രണ്ടാമത്തെ മക്കൾ ആരാണ്? യഫ്അലൂന മാ യഅ്മുറുഹും വാലിദാഹും, അവരുടെ മാതാപിതാക്കൾ പറഞ്ഞതൊക്കെ അവരനുസരിക്കും. വഹും കാരിഹൂൻ, വെറുപ്പോടുകൂടി. ഈ ഉമ്മാനെ കൊണ്ട് തോറ്റു, എപ്പം നോക്കിയാലോ അല്ലേ? അങ്ങനെയുണ്ട് ചില ആൾക്കാർ. മരുന്ന് വാങ്ങാനൊക്കെ പറയുമ്പോൾ എന്താ എന്നോട് പറയണേ, കാക്കനോട് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ മാനസികമായി മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ട്. ഉറപ്പോടുകൂടി എന്ത് ചെയ്യുള്ളൂ, അനുസരിക്കുള്ളൂ. ഇവരെ കുറിച്ച് പറഞ്ഞെന്നറിയും, അവർക്കൊരിക്കലും കൂലി കിട്ടുകയില്ല, അവർക്കൊരിക്കലും കൂലി കിട്ടുകയില്ല, അവർക്കൊരിക്കലും കൂലി കിട്ടുകയില്ല എന്നാണ് മഹാനായ ശൈഖ് അബ്ദുർ റസാഖ് അൽ അബ്ബാദി റഹിമഹുല്ലാ പറയുന്നത്. ഒരിക്കലും അവർക്ക് കൂലി കിട്ടില്ല. ഇനി മൂന്നാമത്തെ ആരാന്നറിയോ? യഫ്അലൂന മാ യഅ്മുറുഹും വാലിദാഹും, അവരുടെ മാതാപിതാക്കൾ പറയുന്നതൊക്കെ അവർ ചെയ്യുന്നു. വയുത്ബിഊന ബിൽ മന്നി വൽ അദാ, എന്നിട്ട് എന്ത് ചെയ്യും? എടുത്തു പറഞ്ഞിട്ട് ഉപദ്രവിക്കും. ഒരൊറ്റ ഉദാഹരണം പറയാം. മാതാപിതാക്കൾ പറയുന്നൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും, എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയോ? ആ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ ഉപദ്രവിക്കും. നിങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആരാ? ഞാനല്ലേ. എന്നിട്ട് എന്നെപ്പറ്റിയല്ലേ നിങ്ങളത് പറഞ്ഞത് അല്ലേ? നിങ്ങളന്ന് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പറേഷന് പൈസ തന്നാരാ? ഞാനല്ലേ. ഇങ്ങനെ ഉമ്മയും ഉപ്പയും പറഞ്ഞ കാര്യങ്ങൾ, അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? എടുത്തു പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കുക. അങ്ങനെയുണ്ട് ചില ആളുകൾ, അങ്ങനെയുള്ള ചില മക്കൾ. അവരെക്കുറിച്ച് പറയാൻ ഹൗലാഇ യുസറുൻ, അവരാണ് പാപികൾ, അവരാണ് പാപം ചെയ്തവർ. ഇനി നാലാമത്തത് പറയുന്നു, യഫ്അലൂന മാ യഅ്മുറുഹും വാലിദാഹും ബിത്തീബത്തിൽ ഖൽബി, മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അത് നല്ല മനസ്സോടുകൂടി അനുസരിക്കുന്ന ചില മക്കളുണ്ട്. നല്ല മനസ്സോടുകൂടി അനുസരിക്കും. ആണോ, ആയിക്കോട്ടെ, ഞാൻ ചെയ്തുതരാം അല്ലേ. ഉമ്മാക്ക് മരുന്ന് വേണോ? ആയിക്കോട്ടെ, ഞാൻ കൊണ്ടുതരാം. ഡ്രസ്സ് വേണോ? ഞാൻ കൊണ്ടുതരാം അല്ലേ. ഇനി എന്താ വേണ്ടത്? ഞാൻ കൊണ്ടുതരാം. ഇങ്ങനെ വളരെ നല്ല മനസ്സോടുകൂടി ഉമ്മയുപ്പയും പറയുന്നതനുസരിക്കുന്നവർ, അവരെ കുറിച്ചാണ് പറഞ്ഞത് ഫഹാഉലാഇ ഉജറുൻ, അവരാണ് പ്രതിഫലം ലഭിക്കുന്നവർ. ഇനിയോ അഞ്ചാമത്തെ പറയുന്നുണ്ട്, യഫ്അലൂന ഖബല അൻ യഅ്മുറഹും വാലിദാഹും, അഞ്ചാമത്തെ വിഭാഗം ആരാന്നറിയോ? ഉമ്മയുപ്പയും പറയാൻ കാത്തുക്കൂല, പറയുന്നതിന് മുമ്പ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്ന മക്കൾ. അവരാരാണ്? ഫഹാഉലാഇ ഹുമുൽ ബാറൂൻ, അവരാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവർ. ഇന്നൽ അബ്റാറ ലഫീ നഈം, ഇന്നൽ അബ്റാറ ലഫീ നഈം, അവർ സ്വർഗീയാരാമത്തിലാണ്. ഈ നന്മ ചെയ്യുന്നവർ സ്വർഗീയാരാമത്തിലാണ്. നമ്മൾ നോക്ക്, അവരാണ് ബാർ. ഉമ്മയുപ്പോഴും പറയുന്നതിന് മുമ്പ് അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി പരിഹരിച്ചു കൊടുക്കുന്നവർ. ഈ അഞ്ചെണ്ണത്തിൽ ഏതാണ് നമ്മൾ? നമ്മളൊന്ന് വിലയിരുത്തി വെക്കുക. നമ്മളോട് ചോദിച്ചു വെക്കുക, ഈ അഞ്ചെണ്ണത്തിൽ ഏതാണ് നമ്മൾ? ഉമ്മയുപ്പയും പറയുന്നത് തീരെ അനുസരിക്കാത്തവരാണോ? വെറുപ്പോടുകൂടി അനുസരിക്കുന്നവരാണോ? അനുസരിച്ച കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വേദനിപ്പിക്കുന്നവരാണോ? നല്ല മനസ്സോടുകൂടി അനുസരിക്കുന്നവരാണോ? അവരാവശ്യപ്പെടുന്നതിന് മുമ്പേ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് നന്മകൾ ചെയ്യുന്നവരാണോ? നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരോട് എങ്ങനെ പെരുമാറണം ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഛേ എന്ന വാക്ക് പോലും പറയരുത്, മാന്യമായി സംസാരിക്കണം. ഈ വാക്ക് കേട്ടപ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഈ മാന്യമായ വാക്ക് എന്ന് പറഞ്ഞ ആ പ്രയോഗം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ബാക്കിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു യജമാനൻ്റെ മുന്നിൽ
അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നൊരടിമ എങ്ങനെയാണോ സംസാരിക്കുക അത്രയും വിനയത്തോടുകൂടി മാതാപിതാക്കളോട് സംസാരിക്കണം. നമ്മൾ അങ്ങനെയാണോ സംസാരിക്കാറുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മുടെ ഉമ്മയോട് നമ്മൾ അങ്ങനെയാണോ സംസാരിക്കാറുള്ളത്? നമ്മുടെ വാപ്പയോട് നമ്മൾ അങ്ങനെയാണോ സംസാരിക്കാറുള്ളത്? ഗൗരവത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ ആവശ്യപ്പെട്ടത് ഉമ്മ തന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചതിന് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ, നമ്മൾ അവരെ അതിശക്തമായ ഭാഷയിൽ തെറി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന, വേദനിപ്പിക്കുന്ന, അടിക്കുന്ന, ചവിട്ടുന്ന, കുത്തുന്ന, ആലോചിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പച്ചക്കൊരു പിതാവിനെ അടിച്ച് മട്ടലെടുത്തിട്ട് അടിക്കുകയാണ് ഒരു മകൻ. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഓർക്കുക? സ്വന്തം ബാപ്പാനെ ഒരു മട്ടലെടുത്തിട്ട് അടിക്കുക, പോരിനടി. എങ്ങനെയാ ഒരാൾക്കത് കഴിയുക? എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? എന്താ ഈ മനുഷ്യന്മാരുടെ മനസ്സൊക്കെ ഇങ്ങനെ കടുത്തുപോയത്? കാലം ദൈർഘ്യമേറി, എന്നിട്ടോ ഹൃദയം കടുത്തുപോയി. മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയി. ആരാണുമ്മ, ആരാണുപ്പ, ആരാണ് മക്കൾ, ആരാണ് ഭാര്യ എന്നതൊന്നും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും പ്രിയപ്പെട്ട വാപ്പയും. അതുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറാനും, മാന്യമായി അവരോട് സംസാരിക്കാനും, അവരെ സ്നേഹിക്കാനും, അവർക്കാവശ്യമായതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെ വേദനിപ്പിക്കരുത്, അവരെ കരയിപ്പിക്കരുത്, അവരെ സങ്കടപ്പെടുത്തരുത്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണുപോയാൽ അതിന് റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആരാണ് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു? ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉവൈസ് ബിൻ ആമിർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിലേക്ക് വരുന്ന പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമാണ്, മഹാപണ്ഡിതനാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയിട്ടില്ല. അതെന്താ പറ്റാഞ്ഞത്? പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലുണ്ട്, ഉമ്മാനെ നോക്കാൻ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ പോകില്ല, പോവാൻ പറ്റിയില്ല. ഇങ്ങോട്ട് നോക്ക്, ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വില കൊടുത്തിട്ടും വീട് വിറ്റിട്ടാണെങ്കിലും നമ്മൾ കാണാൻ പോകില്ലേ? അത്ര ഇഷ്ടമല്ലേ നമ്മുടെ റസൂലിനോട്? ഇത്ര ഇഷ്ടം ഉവൈസ് ബിൻ ആമിറിന്റെ മനസ്സിലുണ്ട്. എന്നിട്ടും ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കാണാൻ പോയില്ല. കാരണം ആ വീട്ടിൽ പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു, ഉമ്മയെ പരിചരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്. മദീനയിലേക്ക് കുറേ ആളുകൾ ഇങ്ങനെ സംഘമായി വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഫീകും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഉവൈസ് ബിൻ ആമിർ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഉവൈസ് ബിൻ ആമിർ? ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഉവൈസ് ബിൻ ആമിർ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതാ ഇന്നാളാണ് ഉവൈസ് ബിൻ ആമിർ. അയാളോട് ചോദിച്ചു, മിൻ മുറാദ്, നിങ്ങളുടെ മുറാദിൽ നിന്നുള്ള ഉവൈസ് ബിൻ ആമിറാണോ? തുമ്മ മിൻ ഖർൻ, ഖർനിൽ നിന്നുള്ള ഉവൈസ് ബിൻ ആമിറാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഉവൈസ് ബിൻ ആമിറാൻ. ഉടനെ തന്നെ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ഫകാന ബിക ബറസുൻ ഫബരിഅത് ഇല്ലാ മൗദിഅ ദിർഹമിൻ, നിങ്ങളുടെ ശരീരം മുഴുവനും വെള്ളപ്പാണ്ടുണ്ടായിരുന്നില്ലേ? ഒരു ദിർഹമിന്റെ ഭാഗമൊഴിച്ച് ബാക്കി ഭാഗം മുഴുവനും മാറിപ്പോയില്ലേ? ആ രോഗം മാറിയില്ലേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വ്യക്തി പറഞ്ഞു. ഉവൈസ് ബിൻ ആമിർ പറഞ്ഞു, ഉമർ തങ്ങളെ, എൻ്റെ ശരീരം മുഴുവനും വെള്ളപ്പാണ്ടായിരുന്നു. ഒരു ദിർഹമിന്റെ ഭാഗമൊഴിച്ച് ബാക്കി ഭാഗം മുഴുവനും മാറിപ്പോയി.
എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഉമർ തങ്ങളെ, ലഖവാലിദ, നിങ്ങൾക്കൊരു ഉമ്മയുണ്ടായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഉമർ തങ്ങളെ ഉണ്ട്, എനിക്കൊരു ഉമ്മയുണ്ടായിരുന്നു ഉമർ തങ്ങളെ. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, യഅ്തി അലൈക്കും ഉവൈസ് ബിൻ ആമിർ, ഉമറേ നിങ്ങളിലേക്കൊരു ഉവൈസ് ബിൻ ആമിർ വരുന്നതാണ്. മുറാദിൽ നിന്ന് കർണിൽ നിന്ന് ഒരു ഉവൈസ് ബിൻ ആമിർ വരും. അയാളുടെ ശരീരം മുഴുവനും വെള്ളപ്പാണ്ടാണ്. ആ വെള്ളപ്പാണ്ട് മുഴുവനും മാറിയിട്ടുണ്ടാകും. അവർക്കൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ പരിചരിച്ചതിൻ്റെ പേരിലാണ് ശരീരത്തിലെ മുഴുവൻ വെള്ളപ്പാണ്ടും ഏകനായ സർവാധിനാഥനായ റബ്ബ് മാറ്റിക്കൊടുത്തത്. ലൗ അഖ്സമ അലല്ലാഹ് ലഅബറഹു ഫഇൻ ഇസ്തതഅത അൻ യസ്തഗ്ഫിറ ലക ഫഫഅൽ. അദ്ദേഹം നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണേ ഉമറേ. ഉമറേ, ഉവൈസ് ബിൻ ആമിറിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിപ്പിക്കണം, അങ്ങട്ടല്ല പ്രാർത്ഥിപ്പിക്കേണ്ടത്. ഉവൈസിനെ കൊണ്ട് ഇങ്ങോട്ട് പ്രാർത്ഥിപ്പിക്കണേ ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഉമർ? ഉമറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന. ഉമർ സഞ്ചരിച്ച വഴിയിൽ നിന്ന് പിശാച് വരെ മാറിപ്പോകുമെന്ന് പഠിപ്പിച്ച ഉമർ, ഉമറും ഫിൽ ജന്ന. ആ ഉമറിനോടാണ് നബി തങ്ങൾ പറയുന്നത്, ഉമറേ, ഉവൈസ് ബിൻ ആമിറിനോട് ഇങ്ങോട്ട് ദുആ ചെയ്യാൻ പറയണേ. ഉമറിനേക്കാളും എന്തു മഹത്വമാണ് ഉവൈസ് ബിൻ ആമിറിനുള്ളത്? നബി തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, അദ്ദേഹം മാതാവിന് നന്മ ചെയ്യുന്നവരാണ്. ആണെന്ന് ആലോചിക്ക്. ഉമർ ബിൻ ഖത്താബിനേക്കാളും വലിയ എന്തു മഹത്വമാണ് ഉവൈസ് ബിൻ ആമിറിനുള്ളത്. ഉവൈസ് ബിൻ ആമിറിനെ കൊണ്ട് ഇങ്ങോട്ട് പ്രാർത്ഥിപ്പിക്കണോ? എന്താ മഹത്വം? മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഉമ്മക്ക് ഒരു കോരി വെള്ളം കോരി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട എന്താ അറിയോ? റസൂലുള്ളാഹി പറയാ, സ്വർഗത്തിലൊരു വാതിൽ. നിങ്ങൾക്ക് മാതാപിതാക്കൾ രണ്ടുപേരുമുണ്ടെങ്കിൽ സ്വർഗത്തിൽ രണ്ടു വാതിൽ. അതുകൊണ്ട് ഉമ്മയെ പരിചരിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട. നിങ്ങൾ കോരിക്കൊടുക്കുന്ന ഓരോ കോരിക്കും സ്വർഗത്തിൻ്റെ വാതിലിങ്ങനെ തുറന്നു വെക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു താബിഈ പണ്ഡിതൻ ഉമ്മ മരിച്ച സമയത്ത് അദ്ദേഹം കരയുന്നത് കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കരയുന്നത് ഉമ്മ മരിച്ചതിൻ്റെ സങ്കടത്താലല്ല, ഞാൻ കരയുന്നത് ഉമ്മ മരിച്ചതോടുകൂടി സ്വർഗത്തിൽ എനിക്ക് വേണ്ടി തുറന്നു വെച്ച വാതിൽ അതടഞ്ഞു പോയല്ലോ എന്നാലോചിച്ച് കരഞ്ഞതാണ്. അങ്ങനെ ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവതലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ആദർശത്തിലല്ലെങ്കിൽ അവരെ നമ്മുടെ ആദർശത്തിലേക്ക് വിളിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർ അവർ നമ്മുടെ കൂടെ സ്വർഗത്തിലുണ്ടാവുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങൾ നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം ഉമ്മ മുശ്രിക്കത്താണ്. എന്നും വന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ ഇസ്ലാം ഇന്നതാണ്, ഇസ്ലാം ഇന്നതാണ്, അതുകൊണ്ട് ഉമ്മ നിങ്ങൾ മുസ്ലിം ആകണം, ഉമ്മ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലണം, ഉമ്മ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞാലും ഉമ്മ ചീത്ത പറയും. ഉമ്മ നന്നായിട്ട് ചീത്ത പറയും. ഒരിക്കൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ ഇന്നുവരെ കേൾക്കാത്ത രൂപത്തിൽ ചീത്ത വിളിച്ചു.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് സങ്കടം വന്നു, കരഞ്ഞു. നേരെ പോയി റസൂലുള്ളാഹിൻ്റെ അടുത്ത്. റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, ഞാൻ ഒരുപാട് വേദനിക്കുന്നു നബിയേ. എൻ്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല നബിയേ. എൻ്റെ ഉമ്മ നിങ്ങളെപ്പറ്റി ചീത്ത പറയുന്നുണ്ട് നബിയേ. അതുകൊണ്ട് നബിയേ, എൻ്റെ ഉമ്മക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? എൻ്റെ ഉമ്മക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? ഉടനെ തന്നെ നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹ്ദി ഉമ്മു അബീ ഹുറൈറ. അല്ലാഹുവേ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരികയാണ്. വാതിലിന് മുട്ടി, വാതിൽ തുറക്കുന്നില്ല. ഉടനെ തന്നെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്, മോനെ അവിടെ നിൽക്ക് മോനെ, വാതിൽ തുറക്കാനായിട്ടില്ല മോനെ, അവിടെ നിൽക്ക് മോനെ എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബൂ ഹുറൈറയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നുകൊണ്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ മോനെ മുസ്ലിമായി, മോനെ അബൂ ഹുറൈറ, ഞാനിതാ പൊന്നുമോനെ മുസ്ലിമായിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കേണ്ട താമസം കരയുകയാണ്, സന്തോഷം കൊണ്ട് കരയുകയാണ്, ഓടുകയാണ് പ്രവാചകന്റെ സന്നിധിയിലേക്ക്. നബിയേ, നബിയേ, എൻ്റെ ഉമ്മ മുസ്ലിമായി നബിയേ, എൻ്റെ ഉമ്മ മുസ്ലിമായി നബിയേ, എൻ്റെ ഉമ്മ മുസ്ലിമായി നബിയേ. ജീവിതത്തിൽ ഇത്ര വലിയ സന്തോഷം അബൂ ഹുറൈറയുടെ ജീവിതത്തിലില്ല. സ്വന്തം മാതാവ് മുസ്ലിമായ ദിനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉമ്മയും കൂടെ വേണ്ടേ, നമ്മുടെ വാപ്പയും കൂടെ വേണ്ടേ, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും കൂടെ വേണ്ടേ? അവരോടും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും സ്നേഹം തടസ്സമാകരുതേ. ഒരിക്കലും സ്നേഹം കൊണ്ട് അത് പറയാതിരുന്നു പോകാൻ, അത് പറയാതിരുന്നു കൂടെ. പ്രിയപ്പെട്ടവരെ, പറയണം അവരോട്. കാരണം അവരും നമ്മളുടെ കൂടെ സ്വർഗത്തിൽ വരേണ്ടവരാണ്. ഇനിയോ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്ര എത്ര നന്മകൾ, എത്രയെത്ര പുണ്യങ്ങൾ ഇനി അവസാനിപ്പിക്കണം. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരിക്കലും നമ്മുടെ ഉമ്മ കരയരുത്. ഞാൻ ഈ പള്ളിയിലിരിക്കുന്നവരോട് ആത്മാർത്ഥമായി, ഞാനും നമ്മളെല്ലാവരും നമ്മളിവിടുന്ന് പ്രതിജ്ഞ എടുക്കാൻ, ഇനിയൊരിക്കലും എൻ്റെ ഉമ്മ എന്നെക്കൊണ്ട് കരയൂല എന്ന് തീരുമാനിച്ച് ഇവിടുന്ന് ഇറങ്ങിയാൽ ഉറപ്പാണ് ജീവിതത്തിൽ വിജയമല്ലാതെ പരാജയം ഉണ്ടാകില്ല. പ്രിയപ്പെട്ട യുവാക്കളോടൊക്കെ പറയാനുള്ള എന്തറിയും, ജോലിക്കൊക്കെ പോകുമ്പോൾ ഉമ്മാനോട് വന്നിട്ട് പറയും, ഉമ്മ ഞാൻ ജോലിക്ക് പോവാണ്, നല്ല ശമ്പളം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉമ്മാനോട്, ഉമ്മ ഞാൻ പരീക്ഷയ്ക്ക് പോവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഇവിടെ ആലോചിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സദസ്സിൽ വെച്ച് ഈ കാര്യം പറഞ്ഞു. ഉമ്മാനോട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ബെഞ്ചിൽ തലവെച്ചിട്ട് ഏങ്ങി ഏങ്ങി കരയുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഒരു ഹിഫ്ള് കോളേജിലെ കുട്ടികളാണ്, 150 കുട്ടികളുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞ് അവൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ മോൻ കരയുന്നത്? അപ്പോൾ പിന്നെ മോനെ എഴുന്നേറ്റുന്നു. എന്തിനാ മോൻ കരയുന്നത്? സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണൊന്ന് വെള്ളം ഇങ്ങനെ ചാടുകയാണ്. എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ മോൻ കരയുന്നത്? ഉസ്താദേ, നിങ്ങൾ പറഞ്ഞില്ലേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോകണം. എനിക്ക് വീട്ടിൽ ചെന്നാൽ എനിക്ക് അങ്ങനെ പറയാനൊരു ഉമ്മയില്ല. എൻ്റെ ഉമ്മ ക്യാൻസർ രോഗം വന്ന് മരിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ ഉമ്മ. എപ്പം യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ഉമ്മയെ നമ്മളെ വിളിക്കുക, നമ്മളെ ഭാര്യനെക്കാളും കൂടുതൽ. അത്ര നമ്മളെ ഇഷ്ടമാണ്, അത്ര ഇഷ്ടം. ഇങ്ങനെ ഇഷ്ടം സൂക്ഷിക്കുന്ന ഒരാൾ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ
അത് നമ്മുടെ ഉമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നമ്മൾ ദുആ ചെയ്യണം. ഇനി അവർ മരിച്ചു എന്ന് കേട്ടാൽ നമുക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. ഉമ്മാൻ്റെ മയ്യത്ത് കാണുന്ന രംഗം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരു 5 വയസ്സുള്ള കുട്ടീൻ്റെ, നിങ്ങളൊന്ന് ആലോചിച്ചു, 37 വയസ്സുള്ളൊരു പെൺകുട്ടി ക്യാൻസർ രോഗം വന്ന് മരിച്ചു. ആ മയ്യത്ത് കൊണ്ടുപോകുന്നതിൻ്റെ ആ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗം നേർക്ക് നേരെ കാണാൻ പറ്റിയൊരു വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന രംഗമായിരുന്നു. 3 മക്കളാണ്, 2 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി. ഈ 2 മക്കളും വന്ന് മയ്യത്ത് അവസാനം കൊണ്ടുപോകുമ്പോൾ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവസാനം കണ്ട് ചുംബിച്ചവരെ എഴുന്നേറ്റു. 5 വയസ്സുള്ള മോളെ കൊണ്ടുവന്നു മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ. അവസാനം കാണിച്ചു കൊടുക്കാൻ ആ മയ്യത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് കുട്ടി എന്താ ചെയ്തെന്നറിയോ? മയ്യത്തിനെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കിടന്നു. അവിടെ തന്നെ പായയിൽ വിരിച്ച് കിടക്കുന്ന ആ മയ്യത്തിനെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കിടന്നു. എന്നിട്ട് അവർ ചോദിക്കണം, കുട്ടി എൻ്റെ ഉമ്മച്ചീനെ എങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവന്നത്? ഞാൻ ആരപ്പാണ് ഇനി ഞാൻ ഉറങ്ങുക? നിങ്ങൾ നോക്കണേ, 5 വയസ്സുള്ള കുട്ടി ചോദിക്കുകയാണ്, ഞാനിനി ആരപ്പാണ് ഉറങ്ങുക? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു 5 വയസ്സുള്ള മോള് ചോദിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഉമ്മയില്ലേ? ഉള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരും. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ, എപ്പോഴും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അവർ മരിച്ചു എന്നറിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ്, ഏറ്റവും വലിയ സങ്കടം. ഇപ്പം നമ്മളെ ഭാര്യമാരൊക്കെ പറയും, ഏറ്റവും എൻ്റെ വീട്ടിൽ പോകണം. നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ വീട്ടിൽ പോകുന്നത്? എനിക്ക് എൻ്റെ ഉമ്മാനൊന്ന് കാണാനാ. നിങ്ങൾ നോക്ക്, ആ ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ. ഞാനിപ്പോഴും ഓർക്കുന്നതെന്നറിയോ, കുറേ ഉമ്മമാരെ പരിചയമുണ്ട് എനിക്ക്, കുറേ വയസ്സായ ഉമ്മമാരെ. അങ്ങനത്തെ ഉമ്മമാരൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ സന്ദർശിക്കും, എൻ്റെ കുടുംബത്തിലൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ചെന്നാൽ ഞാൻ കണ്ടൊരു കാര്യം എന്തറിയോ, ആരാ വീട്ടിൽ വന്നാലും, ഇത് വസ്തുതയാണ്, ആരാ വീട്ടിൽ വന്നാലും ആ വീട്ടിൽ കുറേ ബേക്കറി അതും ഇതൊക്കെ കൊണ്ടുവരും. ഈ സാധനങ്ങളൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നറിയോ? അവിടെയുള്ള ഏറ്റവും പ്രായമുള്ള വല്യമ്മയാണ്. ആ ഉമ്മ എന്താ ചെയ്യുന്നറിയോ? എൻ്റെ മറ്റേ മോനിക്ക് ഇന്നത്, ഈ മോനിക്ക് ഇന്നത്, അത് വീതം വെച്ചിട്ട് ഓരോ മക്കൾ വരുന്ന സമയം നോക്കി അവർക്കെല്ലാവർക്കും കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ, അവരെ സ്നേഹിക്കാൻ, അവരെ ആദരിക്കാൻ, അവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്കവരോട് ഏറ്റവും പ്രധാനമായി 4 ബാധ്യതകളുണ്ട്. അതിലൊന്നാമത്തെ എന്തറിയോ? അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കണം. മയ്യത്ത് നിസ്കാരം നമ്മൾ അറിയണം, അത് നമ്മൾ പഠിക്കണം. എന്നാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പഠിക്കുക. നമ്മളിൽ എല്ലാവർക്കും അറിയാം, എന്നാൽ അറിയാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരിടുണ്ടാകരുത്. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കണം. നമസ്കരിച്ചാൽ മാത്രം പോരാ, അവർക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, പൊറുക്കലിനെ ചോദിക്കണം, പൊറുക്കലിനെ ചോദിക്കണം. 3-ാമത്തെ കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, അവരുടെ കരാറുകൾ വീട്ടണം. വാപ്പാക്ക് കടമുണ്ടോ? കടം വീട്ടണം. ഒരു മയ്യത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹി ചോദിച്ചു, കടമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നിസ്കരിക്കാൻ, നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ വീട്ട കടം നിങ്ങൾ നിസ്കരിക്കുന്നു പറഞ്ഞു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവോട് നബി പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു. ഏറ്റെടുത്തു നബി എന്ന് പറഞ്ഞു. ഏറ്റെടുത്ത് നിസ്കരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി കാണുക. റസൂലുള്ളാഹിന്റെ 1-ാമത്തെ ചോദ്യം എന്താ അറിയോ? നിന്റെ കൂട്ടുകാരന്റെ കടം പേടിയോ അബൂ ഖത്താദ? അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ നബിയേ, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി എത്ര സമയമുണ്ട് നബിയേ? അള്ളാന്റെ റസൂൽ മണ്ടിയില്ല. അടുത്ത ദിവസവും കാണുകയാണ്. അടുത്ത ദിവസവും നബി തങ്ങളുടെ 1-ാമത്തെ ചോദ്യം ഇതാണ്, അബൂ ഖത്താദ നിന്റെ കൂട്ടുകാരന്റെ കടം വീട്ടിയോ? അന്ന് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഖദ് ഖദൈതുഹുമ, ഞാനത് വീട്ടി. അപ്പൊ ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞെന്തറിയോ? നബീന്റെ മുഖത്ത് സന്തോഷം വന്നു. നബി തങ്ങൾ പറയാ, അൽ ആന ബറദത് അലൈഹി ജിൽദാ, ഇപ്പോഴാണ് അവന്റെ ഖബറിൽ അവനൊരു സ്വസ്ഥത കിട്ടിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാപ്പയുടെ കടം കൊണ്ടൊരിക്കലും വാപ്പ ഖബറിൽ കഷ്ടപ്പെട്ടു പോകരുത്. ഒരിക്കലും വാപ്പ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടുകൂടാ. വാപ്പ മരിക്കുമ്പോൾ
മരിക്കുമ്പം കടമുണ്ടെങ്കിൽ കടമെഴുതി വെക്കണേ, കടമെഴുതി വെക്കണേ. എഴുതി വെച്ച കടമെൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളത് എത്രയും പെട്ടെന്ന് വീട്ടണേ. രോഗമായി കിടക്കുന്ന സമയത്ത് തന്നെ വീട്ടണം. ഇനി മരിച്ച ഉടനെ തന്നെ വീട്ടുക. ഇപ്പം ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്നറിയോ, അത് വീട്ടാതെ സ്വത്ത് ഓരി വെക്കാൻ നിൽക്കും, വാപ്പാന്റെ സ്വത്ത് ഓരി വെക്കാൻ നിൽക്കും. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്നറിയോ, നിങ്ങൾ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കേണ്ടത് വാപ്പാന്റെ വസീയത്ത് കൊടുത്തു വീട്ടിയതിന് ശേഷമാണ്, വാപ്പാന്റെ കടം കൊടുത്തു വീട്ടിയ ശേഷമാണ്. വാപ്പാന്റെ കടമുണ്ടോ അത് കൊടുത്തു വീട്ടിയതിന് ശേഷം വാപ്പാന്റെ സ്വത്ത് ഓരി വെക്കാൻ പാടുള്ളൂ. അത് വീട്ടിയതിന് ശേഷം സ്വത്ത് ഓഹരി വെച്ചാൽ മതി, അത് വീട്ടിയതിന് ശേഷം സ്വത്ത് ഓഹരി വെച്ചാൽ മതി എന്ന് പരിശുദ്ധമായ ഖുർആൻ. നാലാമത്തെന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകാരെ നമ്മൾ ആദരിക്കണം. വാപ്പാൻ്റെ കൂട്ടുകാരെ, ഉമ്മാൻ്റെ കൂട്ടുകാരെ അവർ നമ്മൾ ആദരിക്കണം. വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവരെ നമ്മളെ വീട്ടിലേക്ക് വിളിക്കണം, അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം. നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ അവർ മുഖേനയുള്ള ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. ഉമ്മാൻ്റെ അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, ഉമ്മയുടെ ആങ്ങളമാർ, വാപ്പാൻ്റെ അനിയന്മാർ, ജ്യേഷ്ഠന്മാർ, വാപ്പയുടെ പെങ്ങന്മാർ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർ മരിച്ചാലും നിലനിർത്തണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ, അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യണം, അവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, ഖാല റജുലുൻ യാ റസൂലല്ലാഹ്. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കും മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അവർക്ക് കിട്ടുമോ? അത് വെറുതെ പറയല്ലേ, അല്ല കിട്ടും. ആരാ പറഞ്ഞെന്നറിയോ? അള്ളാന്റെ റസൂല് പറയാ, ഒരാൾ വന്ന് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മീ മാതത് വലം തൂസ്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ, ഒരു കാര്യവും വസിയത്ത് ചെയ്യാതെയാണ് മരണപ്പെട്ടു പോയത് നബിയേ, അഫലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അവർക്കതിൻ്റെ കൂലി കിട്ടുമോ നബിയേ, അവർക്കതിൻ്റെ കൂലി കിട്ടുമോ നബിയേ? നിബിതങ്ങൾ പറയുന്നു, നിന്റെ ഉമ്മക്ക് വേണ്ടി നീ സ്വതക്ക ചെയ്താൽ അവർക്കതിൻ്റെ കൂലി കിട്ടുന്നതാണ്, അവർക്കതിൻ്റെ കൂലി കിട്ടുന്നതാണ്. അപ്പം മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി സ്വതക്ക കൊടുത്താൽ അതിൻ്റെ കൂലി കിട്ടും, അതിൻ്റെ കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സബ്ഉൻ യജ്രി അലൽ അബ്ദി അജ്റുഹുന്ന ബഅദ വഫാതിഹി, ഒരാൾ മരിച്ചാലും അയാളുടെ ഖബറിലേക്ക് പ്രതിഫലം വരുന്ന 7 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നബിതങ്ങൾ പറയുന്നു, മൻ തറക വലദൻ വലദുൻ യദഊ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ മരിച്ചു കഴിഞ്ഞാലും മകന്റെ പ്രാർത്ഥന മുഖേന ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞില്ലേ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, നമ്മുടെ സ്വത്ത് കഴിഞ്ഞു, നമ്മുടെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാളാണ്, നമ്മുടെ ബെഡിൽ മറ്റൊരാൾ കിടക്കുകയാണ്, നമ്മുടെ MD സീറ്റിൽ മറ്റൊരാൾ വരികയാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. 3 കാര്യങ്ങൾ ഒഴികെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സ്വതഖത്തുൻ ജാരിയ, അത് ജാരിയത്തായ സ്വതഖയാണ്. രണ്ടാമത് നബിതങ്ങൾ പറഞ്ഞു, ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. 3 നബിതങ്ങൾ പറഞ്ഞു, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. പതാ നനഞ്ഞു കിടക്കുന്ന ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, അല്ലാഹുവേ, എൻ്റെ വാപ്പയാണ് റബ്ബേ ഖബറിൽ കിടക്കുന്നത്, വാപ്പാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ, വാപ്പാന്റെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ, വാപ്പാന്റെ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ എന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്ന മക്കളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ഏറ്റവും വലിയ സമ്പത്ത് അതാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അതാ റസൂലുള്ള പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ഖബറിലേക്ക് പ്രതിഫലമെത്തുന്ന 7 കാര്യങ്ങളിൽ ഒന്ന്
നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അങ്ങനെ ഒരു മക്കളെ ഈ ജീവിതത്തിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഗൗരവതലത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, അനുസരിക്കുക. മാത്രമല്ല അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കളും നമ്മളെ അനുസരിക്കും, നമ്മളെ സ്നേഹിക്കും, നമ്മളെ ബഹുമാനിക്കും, നമ്മളെ ഉൾക്കൊള്ളും. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല കുടുംബങ്ങളാക്കി നമ്മളെ മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.